ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ എന്താ ഈ അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ കേരയാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല വലിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള മീനാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ തൊലി ഉണ്ടെങ്കിൽ ഉളുമ്പുചോവ ഉണ്ടാവും. അതുകൊണ്ട് ഈ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഞാൻ അതായപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ. ഇനി നമുക്ക് അരപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിവിടെ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. മൺചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഇതുപോലെ ഈ ചട്ടിയുടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച ചട്ടിയിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ പുളി കുറച്ച് കയറ്റി ഇടുന്നതാണ് കേട്ടോ നല്ലത്. എന്നാലാണ് മീനിന് നല്ല രീതിയിൽ പുളി പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് കീറിയതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടുമ്പോൾ സൂക്ഷിക്കണം, കൂടി പോരുത് കേട്ടോ. ഞാനിപ്പോൾ ഈ സമയത്ത് സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കായം കൂട്ടാമെന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്കൊരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. 4 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇതിലൊന്ന് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാം. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമ്മുടെ ചാറും പുളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ചാറ് തിളക്കുന്നതിന് മുമ്പേ മീൻ ഇടരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകും. ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഓരോ മീനും പറക്കി ഇട്ട് കൊടുക്കും. നമ്മൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മീനിട്ടതിന് ശേഷം ഒരുപാട് ഇളക്കരുത് കേട്ടോ, മീൻ പൊടിഞ്ഞു പോകും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിതൊരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയതാണ്. ചെറിയ രീതിയിലൊന്ന് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ സൈഡിൽ കാണുന്ന റെഡ് കളർ ഉണ്ടോ, അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി നേരം കൂടി അടച്ചു വെക്കാം. നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഗുളുഗുളാന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് എടുക്കാം. നമ്മുടെ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ നല്ല വെന്ത് കറി നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഈസി ഫിഷ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.